ഒരു കാര്യം മാത്രമേ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിരന്തരം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയതുപോലെ ഈ ശുശ്രൂഷയിലുടനീളം നമ്മുടെ മേൽ ആത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ എഴുന്നള്ളി വരുമ്പോൾ, നമ്മിലുള്ള പരിശുദ്ധാത്മാവ് കത്തിജ്വലിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധ്യമാകും. നമ്മൾ അസാധ്യമെന്ന് കരുതുന്നതൊക്കെ സാധ്യമാകും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവേ 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 എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതം ഒരു പുഴയൊഴുകുന്നത് പോലെ മുന്നോട്ട് പോകും എന്ന്. കാരണം ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. അതിനുശേഷം പറയുകയാണ്, യേശു മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ആരാണ് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയത്? ലൂക്കായുടെ സുവിശേഷം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോ മരുഭൂമിയിലേക്ക് പോയി, മറുകരയിലേക്ക് പോയി വീണ്ടും പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിൽ അസാധ്യമായതൊക്കെ സാധ്യമാകണമേ. വളർച്ചയും ഉയർച്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ, കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ശക്തി എന്ന് തിരിച്ചറിയുവാൻ ഉള്ള വിശ്വാസം എനിക്ക് തരണമേ. കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി ശരിയായ ധാർമ്മിക ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. ഈ സായാഹ്നം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സായാഹ്നമായിരിക്കണമേ. വിദൂരങ്ങളും വിദേശങ്ങളുമായിരിക്കുന്ന നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരിലും ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. അവർ ആയിരിക്കുന്ന ആത്മാവിൽ ശക്തിപ്പെടുവാൻ ഇടയാകട്ടെ. ജീവിതത്തിൽ ഭാരമെല്ലാം തീർക്കും പറഞ്ഞേ, മനസ്സിൽ മോഹമെല്ലാം അർപ്പിക്കും